ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വേറെ എവിടെയല്ല, ഞങ്ങളൊരു ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലുമായിട്ട് 2 ദിവസമായിട്ടാണ് ഫംഗ്ഷന്. അപ്പം വീട്ടിലല്ല, ചെക്കൻ്റെത് ഹാളിലാണ്, പെണ്ണിൻ്റെതും ഹാളിലാണ്. അതായത് നമ്മളിപ്പോൾ തലേന്നൊരു സ്ഥലത്തും പിറ്റേന്നൊരു സ്ഥലത്തുമായിട്ട് ആണല്ലോ ഇപ്പോൾ കല്യാണം നടക്കുക. പണ്ട് അങ്ങനെയല്ലല്ലോ. ഒരു ദിവസം കല്യാണം നടത്തിയാൽ അന്ന് വൈകുന്നേരം തന്നെ പുതുക്കം പോവാറാണ് പതിവ്. പക്ഷെ ഇപ്പം അതൊക്കെ മാറിയിട്ടോ. ഒരു ദിവസം ചെക്കൻ്റെ ഫംഗ്ഷന്, ഒരു ദിവസം പെണ്ണിൻ്റെ ഫംഗ്ഷന്, അങ്ങനെയാണല്ലോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ ഒരു ഹാളിലേക്കാണ് പോകുന്നത്. എയ്സൺ എന്ന് പറഞ്ഞ ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവിടെ ബസ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ്സിന് എത്തുമ്പോഴേക്കും ഞങ്ങളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവരെത്തുമ്പോഴത്തേക്കും നമ്മൾ എത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ അവരുടെ ടൈമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്കും ഹാളിലെത്താമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നതും എല്ലാ സ്ഥലവും കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കി കണ്ടോളും, വല്ലാണ്ട് ഇടങ്ങേറാക്കൊന്നുമില്ല. അവിടെ എത്തി. അവിടെ വെൽക്കം ഡ്രിങ്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അത് 2 ജ്യൂസ് ഉണ്ട്, ഗ്രേപ്സും ഉണ്ട്, വാട്ടർ മെലനും ഉണ്ട്. അത് കുടിച്ചും കൊണ്ട് ഞങ്ങൾ ഹാളിലേക്ക് കയറി. അപ്പോഴാണ് പെണ്ണിൻ്റെ എൻട്രി. ബ്രൈഡ് മാറ്റിയതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പൊക്കെ ചെക്കൻ്റെ ആൾക്കാർ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ പിന്നെ മോളെ എൻ്റെ കയ്യിൽ കിട്ടൂല കേട്ടോ. അപ്പം ഇപ്പം നാത്തുമാരെ മക്കളെ കയ്യിലാണ് കേട്ടോ കുട്ടിയുള്ളത്. അപ്പോൾ ഓര് നല്ലോണം നോക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ സമയത്ത് മാത്രമാണ് എൻ്റെ കയ്യിൽ തന്നത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഭാഗത്താണ് ഫുഡ് അറേഞ്ച് ചെയ്തത്. ഈ ഒരു ചെയർ ഇട്ടത് ഫുഡിൻ്റെ അല്ല കേട്ടോ. അത് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടിട്ടതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് ബിരിയാണിയും മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സദ്യ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സദ്യ കണ്ടില്ല. പക്ഷെ ഭയങ്കര മിസ്സായിപ്പോയി. ഫുഡ് കഴിച്ച് ഇറങ്ങി വരുമ്പോഴാണ് ഈ സദ്യ കാണുന്നത്. അതും ഇവരുടെ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. സർവീസൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കിലായിരുന്നു അവർ ഫുഡ് സെർവ് ചെയ്തത്. അവിടെ സ്ത്രീകളായിരുന്നു സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അവർ വേണ്ടത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പലതരം ടീകളുണ്ട്. ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്പരത്തിൻ്റെ ചായ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ചായ ഓൾറെഡി കുടിക്കാത്ത ആളാണ് ഞാൻ. പിന്നെ കുറച്ച് കളർഫുള്ളൊക്കെ ആയപ്പം പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കുടിച്ചപ്പോൾ കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് നാത്തൂൻ്റെ മൂക്ക് കൊടുത്തു. അവളും അത്
കുറച്ച് കുടിച്ചിട്ട് പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇനി വേണ്ടായിട്ട് തന്നതല്ലേ എന്നുള്ള ആ അർത്ഥത്തിൽ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. പിന്നെ ആ ചായ അവിടെ വെച്ചിട്ട് പിന്നെ എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് തന്നെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നു. അവിടെ ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് പെണ്ണിനും ചെക്കൻ്റെയും കൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഒന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സ്റ്റേജിനൊരു ഒഴിവ് വേണ്ടേ, ഫോട്ടോഗ്രാഫർക്ക് ഒരു ഒഴിവൊക്കെ വേണ്ടേ. അങ്ങനെ ഞങ്ങളെ വിളിക്കട്ടെ എന്നിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടോ. ആ സമാധാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾ കസിൻസ് എല്ലാവരും സെറ്റായിട്ട് നിന്ന്. സ്റ്റേജൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഹോളേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അലങ്കരിച്ചതും ലൈറ്റിങ്ങും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആർക്ക് ആരെ ഫോട്ടോ എടുക്കണമെന്നേ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പം നാത്തുമാരെ മക്കള് എസ്മീനെ, അതായത് എൻ്റെ ചെറിയ മോളെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഓളെ കൊടുക്കുന്നതിലും നല്ല ഞാൻ പോസ് ചെയ്ത് നിന്ന് കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഞാനും നിന്നോടും. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.